അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ അധ്യാപനം കേട്ടപ്പോ മനസ്സിനകത്തലങ്ങൾ, സ്വഹാബത്തിന്റെ മനസ്സിനകത്തലങ്ങൾ കോറിയിടുകയാണ്. അൽഹംദുലില്ലാഹ്, ഒരു സാദാ സീത പള്ളിയല്ലല്ലോ, നവജാത ശിശുവിനെ പോലെ മാറാൻ കിട്ടുന്ന അവസരമാണ്. പരിശുദ്ധമായ മദീനയിൽ നിന്നുകൊണ്ട് പരിശുദ്ധരാകുന്ന സ്വഹാബത്ത് നിയ്യത്ത് ചെയ്യുകയാണ്. ചരിത്രം കാണാൻ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊന്നമോന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ പുറത്ത് 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര ചെയ്ത് മരുഭൂമിയിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണ്. ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, പരിശുദ്ധമായ ഫലസ്തീനാണ് ലക്ഷ്യം, പവിത്രമായ മസ്ജിദുൽ അഖ്സയാണ് ലക്ഷ്യം. അവിടേക്ക് യാത്ര തിരിക്കുകയാണ്. 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാകുന്ന ദീർഘദൂര പാത താണ്ടി ബഹുമാനപ്പെട്ടവർ യാത്ര തിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖോടുകൂടി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ വന്ന് അണയുകയാണ്. അതിനുള്ളിൽ കയറുകയാണ്. ഇഅ്തികാഫിന് നിയ്യത്ത് വെച്ചുകൊണ്ട് വലത് കാല് വെച്ച് പള്ളിയുടെ അകത്തളത്തിൽ പടച്ചറപ്പേ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് നീ മലർക്ക് തുറക്കണേ എന്ന് നിയ്യത്ത് ചെയ്ത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ അകത്തളത്തിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോകാൻ ഓങ്ങുമ്പോ നാട്ടുകാര് ഫലസ്തീനിന്റെ മക്കൾ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കുകയാണ്, ഭക്ഷണം കൊടുക്കുകയാണ്, പാനീയങ്ങൾ കൊടുക്കുകയാണ്. സ്വീകരിക്കുന്നില്ല. നാട്ടുകാരുടെ സൽക്കാരത്തിന് കൂടാനല്ല ഈ പാവപ്പെട്ട അബ്ദുള്ള വന്നത്. അങ്ങകല മൈലുകൾക്കപ്പുറം മദീന മുനവ്വറയിൽ നിന്ന് എന്റെ കരളിന്റെ കഷ്ടമായ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ വന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഈ പള്ളിയിലേക്ക് ആരൊരുവൻ നിയ്യത്ത് വെച്ചുകൊണ്ട് പോകുന്നു, ലാ യുരീദു ഇല്ല സ്വലാത്ത ഫീ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയും അത് തന്നെയാണ്, നിസ്കരിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ്. ഇവിടെ നിന്ന് കുടിക്കാനല്ല, ഇതിന്റെ പരിസരങ്ങളിൽ നിന്ന് കഴിക്കാനല്ല, ഇവിടെ വന്നത് പർച്ചേസിനല്ല, മറിച്ച് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ അകത്തളങ്ങൾ നിസ്കരിക്കൽ മാത്രമാണ്. ആ നിസ്കാരം മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പാവപ്പെട്ട അബ്ദുള്ള വന്നത്. അങ്ങനെ വന്ന് നിസ്കരിച്ച് പോയെങ്കിലേ നവജാത ശിശുവിന്റെ പവർ അല്ലാഹു നൽകുകയുള്ളൂ. അതുകൊണ്ട് എന്നോട് ദുഃഖമുണ്ടാകല്ലേ, എന്നോട് ദേഷ്യപ്പെടല്ലേ, ഞാൻ നിങ്ങളുടെ സൽക്കാരം തൽക്കാലം നിരസിക്കുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ആരാണ് ഈ മനുഷ്യൻ? ഒരു സാധാരണ മനുഷ്യനല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അതികായകനാകുന്ന അമീറുൽ മുഅ്മിനീന്റെ പ്രിയപ്പെട്ട മകനായി ജന്മമെടുത്തു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ ജീവിതം പരിപൂർണമായി അപ്പാടെ ജീവിതത്തിൽ പകർത്തിയതായ മനുഷ്യനല്ലേ. അല്ലാഹുവിന്റെ റസൂൽ എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെയെല്ലാം യാത്ര ചെയ്യുകയാണ്. ഏതെല്ലാം രീതിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ യാത്ര ചെയ്യുകയാണ്. എവിടെയൊക്കെയാണ് കടന്നത് അവിടെ കടക്കുകയാണ്, എവിടെയാണ് ഓടിയത് അവിടെ ഓടുകയാണ്, എവിടെയാണ് നടന്നത് അവിടെ നടക്കുകയാണ്. റസൂലുള്ള ഒരു സ്ഥലത്ത് എന്ത് ചെയ്തോ അതല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യുകയില്ല. റസൂലുള്ള കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് മരണം വരെയും ഇഷ്ടപ്പെട്ടത്. അല്ലാഹുവിന്റെ റസൂൽ ഏത് ചെരുപ്പ് ഏത് രീതിയിലാണ് ധരിച്ചത് അതേ രീതിയിൽ തന്നെ ധരിക്കാൻ നിലകൊണ്ടു. റസൂലുള്ളാഹിന്റെ ജീവിതം പരിപൂർണമായി ഒപ്പിയെടുത്ത് ജീവിച്ച മഹാമനീഷ മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ബഹുമാനപ്പെട്ടവര് ആ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചു, മേൽപ്പറഞ്ഞ കൂലി കരഗതമാക്കി. ഏതാ കിട്ടിയത്? നവജാത ശിശുവിനെ പോലെ. നമുക്ക് മാറണ്ടേ? ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ വിസയുണ്ട്, പോകണ്ട, വെടി കിട്ടും. ഇപ്പൊ പോകണ്ട, പിന്നെ അല്ലാഹു തൗഫീഖ് തരട്ടെ. പോകാൻ പറ്റുമായിരുന്നു, 1 കൊല്ലം മുമ്പ് വരെ പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ സിറ്റുവേഷൻ മോശമാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് പോകാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല മനസ്സിരുത്തി നിയ്യത്ത് വെക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് പറഞ്ഞേ ഓരോ ഒച്ചത്തി പറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ولا تقولن لشيء إني فاعل ذلك غدا إلا
ഇല്ല ഇൻഷാ അല്ലാഹ്. ഒരൊറ്റ വാക്ക് പോലും അടുത്ത സെക്കൻഡിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്നൊരു വാക്ക് കൂടി പറയണം. അള്ളാഹു നമുക്ക് ഉദ്ദേശം അവിടെ പോകാൻ തൗഫീക്ക് തരും, ഉറപ്പാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിന് സമ്പത്ത് ഒരു പ്രശ്നമല്ല, അതിന് ആരോഗ്യം ഒരു പ്രശ്നമല്ല. പടച്ച റബ്ബ് എത്തിക്കുമെന്ന് തീരുമാനിച്ചാൽ എത്തിച്ചിരിക്കും. അതൊരു സാധാ നാടല്ല, ഒരു പ്രത്യേകതയുണ്ട് ആ നാടിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ അവസാനത്തെ കണ്ണിയായി പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ജീവിതം ഒപ്പാൻ വേണ്ടി കടന്നു വന്ന മൈമൂന ബീബി റളിയല്ലാഹു അൻഹാ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അഫ്തിനാ അനിൽ ബൈത്തുൽ മഖ്ദസി, പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ? കാരുണ്യത്തിന്റെ പ്രവാചകർ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, അവസാനത്തെ കണ്ണിയായി ജീവിതത്തിന്റെ സഖിയായി തുണയായി കടന്നു വന്ന മൈമൂന ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, യാ മൈമൂന, പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ട സഖിയേ, ഈ അർളുൽ മഹ്ശരി വ അർളുൽ മൻശരി, നാളെ ഇതാ ജനങ്ങളെ മുഴുവനും സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്ത് വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ മുഴുവനും വിളിച്ചുകൂട്ടുന്നതായ സ്ഥലമില്ലേ, മഹ്ശറയില്ലേ സ്വഹാബ, അതാണ് ആ സ്ഥലം കേട്ടോ മൈമൂന. നാളത്തെ മഹ്ശറയാണ് ഫലസ്തീനിന്റെ മണ്ണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വന്തം പിറന്ന നാടിന്റെ ജനകുന്ന ജീവിതത്തിൽ പിറന്ന നാടിന്റെ മോചനത്തിന് വേണ്ടി കഷ്ടയാതന അനുഭവിച്ചുകൊണ്ട് പാവപ്പെട്ടതാകുന്ന ഫലസ്തീനി മക്കൾ ഫലസ്തീനിന്റെ തെരുവോരങ്ങൾ, ഗസയുടെ തെരുവോരങ്ങൾ പിടഞ്ഞു വീട് മഴിക്കുമ്പോ അറിയണേ തടവയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ അർളുൽ മഹ്ശരി വ അർളുൽ മൻശരി, നാളത്തെ മഹ്ശറയാണ്, മഹ്ശറയാണ്, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണ് ഫലസ്തീനിന്റെ തെരുവോരങ്ങളെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നാളെ ഹിസാബിടാൻ കൊണ്ടുപോകുന്ന സ്ഥലമാണത്. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മുസ്ലിം ഇപ്പോഴും ദ്വാരക്കുന്നത്, അവരുടെ വിഷയത്തിൽ ഇപ്പോഴും ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു ദുആ സ്വീകരിക്കുമാറാവട്ടെ. 25,000-ത്തിലധികം ആളുകളാണ് മരണപ്പെട്ടത്. അതൊന്നുമല്ല കണക്ക്, ഇത് സാധാ ഒരു കണക്ക് പറയാൻ. നഊദു ബില്ലാഹ്, അല്ലാഹു ഞങ്ങളെ നീ കാക്കണേ അല്ലാ, അവർക്ക് പരിപൂർണമായ മോചനപത്രം നീ നൽകണേ അല്ലാ. ഫലസ്തീനിന്റെ തെരുവോരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന പാവപ്പെട്ട പെൺകുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്, മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ, ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ അല്ലാ, പരിപൂർണ സംരക്ഷണം നൽകണേ അല്ലാ. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ, സ്വഹാബാ, ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ അഖ്സ ഒരു സാദാ സീത പള്ളിയായി നിങ്ങൾ കാണരുതേ. മൻ അറാദ അൻ യൻദുറ ഇലാ ബുഖഅത്തിൻ മിൻ ബിഖായിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഒരു സ്ഥലം ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ഫല്ലൻദുറ ഇലാ ബൈത്തുൽ മഖ്ദസി, പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് ഒന്ന് നോക്കണേ, ഇമവെട്ടാതെ നോക്കണേ. സ്വർഗ്ഗത്തിലേക്കുള്ള സ്ഥലമായി അല്ലാഹു ചേർക്കുന്ന ഭൂമിയാണ് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ സ്വർഗ്ഗത്തിലെ സ്ഥലമാണത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4 സ്ഥലങ്ങളെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുമത്രേ. 4 സ്ഥലങ്ങളെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുകയാണ്. ഒന്ന് പരിശുദ്ധമായ കഅബയാണ്, ലോകത്താദ്യമായി അല്ലാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതായ ഭവനമാണ് പരിശുദ്ധമായ കഅബ. നാളെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുകയാണ്. 2 എന്റെ മദീനയാണ്, പരിശുദ്ധമായ മസ്ജിദുൻ നബവി അടക്കം നാളെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുകയാണ്. കാരണം എന്താണ്? മസ്ജിദുൻ നബവിയുടെ മഹത്വം. പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലായനം ചെയ്ത് മദീനയിലെത്തി 10 ദീനാർ സ്വർണ്ണ നാണയം കൊടുത്തിട്ട് സ്ഥലം വാങ്ങിയിട്ട് ആദ്യമായി റസൂലുള്ള ചെയ്ത പ്രവർത്തനം പരിശുദ്ധമാകുന്ന പള്ളിയുടെ നിർമ്മാണമാണ്. കാരണം ഒരു നാട്ടിൽ പള്ളി ഉണ്ടോ, പള്ളി വളരുന്നുണ്ടോ, പള്ളിയുടെ മിനാരങ്ങൾ ഉയർന്നു
നിൽക്കുന്നുണ്ടോ അതിന്റെ പരിസരത്തുള്ളവർക്ക് ബറക്കത്താണ്, ബറക്കത്താ. യസ്രിബ് എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന മദീന, ഒരു കാലഘട്ടത്തിൽ യസ്രിബ് എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നതാകുന്ന പട്ടണം പിന്നീട് മദീന എന്ന പേരിൽ മനോഹരമാകുന്ന പൂന്തോട്ടത്തിൻ്റെതാകുന്ന പട്ടണമായി അറിയപ്പെടാനുള്ള കാരണം പരിശുദ്ധ പ്രവാചകന്റെ വരവാണ്. പ്രവാചകർ നാട്ടിലെത്തിയിട്ട് വീടല്ല ആദ്യം പണിതത്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമേ, പള്ളിയെ നിസാരമാക്കല്ലേ. നാട്ടിലെത്തിയിട്ട് പ്രവാചകൻ ആദ്യം ചെയ്തത് 10 ദീനാർ കൊടുത്ത് സ്ഥലം വാങ്ങുകയാണ്. എന്നിട്ട് അവിടെ നാട്ടുകാരും ഒന്നിച്ചുകൊണ്ട് പള്ളിയെടുക്കുകയാണ്. അതല്ലേ മസ്ജിദുൻ നബവി. ഒരു റക്അത്ത് അവിടെ നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ 10,000 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ കൂലി കിട്ടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ 10,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. മസ്ജിദുൽ ഹറാമിലോ 10,000 കോടി റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറഞ്ഞ കണക്ക് പ്രകാരം ഇവിടെ 10,000 റക്അത്ത്. മസ്ജിദുൽ അഖ്സയിലോ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപസുരക്ഷിതത്വവും കിട്ടും, 1000 റക്അത്ത് നിസ്കരിച്ചതിന്റെ കൂലിയും കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ഇശാ നിസ്കരിച്ച് ഇമാമും ജമാഅത്തോട്ട് നിസ്കരിച്ചു, 27 ഇരട്ടി ആയിട്ടുള്ളൂ. 1000 ആകണമെങ്കിൽ എത്ര കിടക്കണം? എത്ര നാൾ നിസ്കരിക്കണം? മനസ്സിലാക്കണം. 27 ഇരട്ടിയാണ് ഇപ്പൊ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് കിട്ടിയത്. മറ്റേത് ഒരു റക്അത്ത് ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ തന്നെ അള്ളാഹു നിനക്ക് നൽകുന്ന പ്രതിഫലമാണ്. മസ്ജിദുൽ അഖ്സയിൽ 1000 റക്അത്ത്, മസ്ജിദുൻ നബവിയിൽ 10,000 റക്അത്ത്, മസ്ജിദുൽ ഹറാമിൽ 10,000 കോടി റക്അത്ത്. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ഉംറയ്ക്കും ഹജ്ജിനൊക്കെ പോകുമ്പോൾ പരമാവധി ജമാഅത്ത് കളയരുത്. കാരണം അത് ജമാഅത്തിൽ നിസ്കരിക്കുമ്പോൾ അതിന്റെ മഹത്വം കോടികളാകുക, കണക്ക് എണ്ണമറ്റതാകുക. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. മഹത്വം അറിയണം. ലോകത്ത് ഈ 3 പള്ളികൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠത. ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ. ഈ 3 പള്ളികളിലേക്ക് യാത്ര പോകൽ തന്നെ ബറക്കത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് മസ്ജിദുൻ നബവി, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സ. കാരണം അതിന്റെ പവിത്രത അത്രമേൽ വലുതാണ്. ഈ 3 പള്ളികളെയും അള്ളാഹു സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക് ചേർത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ വിഷയം. ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഇത് നിസ്സാരമല്ല. ഈ 3 പള്ളികളെയും അള്ളാഹു സ്വർഗത്തിന്റെ ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. ഒന്നേതാ? കഅബ, മറ്റൊന്ന് മദീന, മൂന്നാമത്തത് പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സ. സ്വർഗത്തിലേക്ക് നാളെ കൊണ്ടുപോകും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നതായ 4 സ്ഥലങ്ങളുണ്ട്. ഒന്ന് പരിശുദ്ധമായ കഅബയാണ്, 2 എന്നെ മദീനയാണ്, മൂന്നാമത്തത് ഫലസ്തീനിലെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയാണ്, 4-മത്തത് സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ് ആണ്, ദിമഷ്കാണ് സാബ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ, നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. 400 വർഷങ്ങളോളം മുസ്ലിമീങ്ങൾ ആരാധിച്ചിരുന്ന മനോഹരമായ പള്ളിയാണ് അയോധ്യയിലെ ബാബരി മസ്ജിദ്. ആ ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങൾ തച്ചു തകർത്തു എന്ന് മാത്രമല്ല, അതിന്റെ സ്ഥലം മുസ്ലിമീങ്ങൾക്കല്ലാത്തവ ഹൈന്ദവർക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റി എഴുതി പ്രത്യേകമായ ഒരു ട്രസ്റ്റിനെ കൈമാറി അവസാനം അതേ സ്ഥലത്ത് തന്നെ രാമന് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം സമുദ്ഘാടന കർമ്മം നമ്മുടെ പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോയാണ്. 22-ാം തീയതി പോവാണ്. മനസ്സിലാക്കണം. എവിടെയാണ് ലോകം എത്തി നിൽക്കുന്നത്? രാമൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ളതാകുന്ന പ്രവണതയ്ക്ക് അദ്ദേഹം കൂട്ടുനിൽക്കില്ല. കാരണം അദ്ദേഹം ഇത്തരത്തിലുള്ളതാകുന്ന അനീതിക്ക് ഒരിക്കലും കൂട്ടുനിൽക്കുന്ന വ്യക്തിയല്ല. ഒരു വിഭാഗത്തിന്റെ ദേവാലയം തച്ചു തകർത്തിട്ട് ആ ദേവാലയം നിന്നതാകുന്ന സ്ഥലത്ത് മറ്റൊരു വ്യക്തികൾക്ക് വേണ്ടി, മറ്റൊരു മതത്തിന്റെ അനുയായികൾക്ക് വേണ്ടി ദേവാലയം പണിയുമോ? എത്ര അനീതിയാണ്, എത്ര കാടത്തമാണ് യഥാർത്ഥത്തിൽ. ചിന്തിച്ചു നോക്ക്. മുസ്ലിമീങ്ങളുടേതാകുന്ന ക്ഷമ എത്രത്തോളം വലുതാണ് ഈ വിഷയത്തിൽ. പള്ളി തകർക്കപ്പെട്ടു, ക്ഷമിച്ചു. ആ പള്ളി തകർക്കപ്പെട്ടതാകുന്ന ആളുകളെ പിടികൂടി അവരെ വെറുതെ വിടുന്നു. അതേ നിന്നതാകുന്ന സ്ഥലത്ത് തന്നെ അവകാശവാദം ഉന്നയിക്കുക മാത്രമല്ല, അത് ഹിന്ദുക്കളുടേതാണെന്ന് പറഞ്ഞ് പ്രത്യേകമായി ട്രസ്റ്റിന് വേണ്ടി കൈമാറുന്നു. അപ്പോഴും മുസ്ലിമീങ്ങൾ ക്ഷമിച്ചു. ആരെങ്കിലൂടെ പ്രശ്നം ഉണ്ടാക്കിയോ? ഒന്നും പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇപ്പൊ അതേ സ്ഥാനത്ത് തന്നെ രാമന്റെ പേരിൽ ഒരു ക്ഷേത്രം ഒന്ന് പണിയാണെന്ന് ആലോചിച്ചു നോക്കൻ.
രാമന്റെ പേരിൽ ആരാധന നടത്തലോ അല്ലെങ്കിൽ രാമന്റെ പേരിൽ ക്ഷേത്രം നടത്തലോ ഒന്നും അല്ല പ്രശ്നം. ഈ നാട്ടിലെ നല്ലവരായ ഹൈന്ദവരാകുന്ന സഹോദരങ്ങളും ക്രൈസ്തവരാകുന്ന സഹോദരങ്ങളും ബുദ്ധിയും ബോധവുമുള്ള വിവേകമുള്ള തന്റേടമുള്ള പക്വതയുള്ള എല്ലാ മനുഷ്യരും ഒന്നടങ്കം പറയുന്നു, ഈ ചെയ്തത് തെറ്റായി പോയി. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ല, അനീതിയാണ്. എല്ലാവരും പറയുന്നുണ്ട് അല്ലേ? എത്രയോ രാഷ്ട്രീയ പ്രമുഖർ ആ വിഷയത്തിൽ തന്നെ അവരുടേതാകുന്ന നിരീക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ചെയ്യുന്നത് വളരെ മോശമായി പോയി, ചെയ്യുന്നത് വളരെ തെറ്റായിപ്പോയി. ഏത് മതത്തിന്റെ എന്നല്ല, ഒരു മതത്തിന്റെ ദേവാലയം അത് നിന്നിരുന്ന സ്ഥലത്തും തച്ചുടച്ചു, അതിന്റെ സ്ഥലം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് പിന്നീട് ഒരു ക്ഷേത്രം കൂടി നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. കാരണം എന്തുകൊണ്ട്? ആ പള്ളി എന്ന് പറയുന്നത് വഖഫ് സ്വത്താണ്, അവിടെ മറ്റൊന്നും വരാൻ പാടില്ല. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, ഖുർആനാണ്. പള്ളി അല്ലാഹുവിനുള്ളതാണ്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഈ ലോകത്ത് എവിടെ ഏത് പള്ളി വെച്ചാലും അത് ഖദർ പള്ളിയാകട്ടെ, തെക്കേ പള്ളിയാകട്ടെ, ബദർ മസ്ജിദാകട്ടെ, കരുനാഗപ്പള്ളി ശൈഖ് പള്ളിയാകട്ടെ, പുത്തൻതെരുവ് മസ്ജിദാകട്ടെ, ചിറ്റുമൂല പള്ളിയാകട്ടെ, വട്ടവറമ്പ് പള്ളിയാകട്ടെ, തൊടിയൂര് പള്ളിയാകട്ടെ, മസ്ജിദുൽ അഖ്സയാകട്ടെ, കഅബാലയമാകട്ടെ, ലോകത്ത് എവിടെ ആര് പള്ളി പണിതാലും അല്ലാഹുവിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടു. അതിന്റെ ഉടമസ്ഥത മനുഷ്യരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയാണ്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ അല്ലാഹി അഹദ. അല്ലാഹുവിനുള്ളതാണ് പള്ളി, അവിടെ മറ്റൊരാളെ കുറിച്ചുള്ള വിളിച്ചുള്ള പ്രാർത്ഥന ഇസ്ലാമിൽ അനുവദനീയമല്ല, പാടില്ല, ഏകദൈവവിശ്വാസത്തിന് എതിരാണ്. അതുകൊണ്ടാണ് അത് ചെയ്യരുതേ, അത് അഹിംസയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് അധർമ്മമാണെന്ന് പറയാൻ കാരണം. അല്ലാതെ മറ്റൊന്നുമല്ല. ഇവിടെ ജനാധിപത്യ രാജ്യമാണ്, ഓരോരുത്തർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാം, അത് ജനങ്ങൾക്ക് പ്രബോധനം നടത്താം, ദഅവത്ത് നടത്താം, എല്ലാം സ്വീകാര്യമായാണ്. മതേതര രാജ്യമാണ്. അങ്ങനത്തെ ഒരു മതേതര രാജ്യത്ത് ഇത്തരത്തിലുള്ളതാകുന്ന പ്രവണി ചെയ്തത് വളരെ ലജ്ജാകരമായി പോയി എന്നാണ് ഇത്തരത്തിൽ പറയാനുള്ളത്. തീർത്തും ലജ്ജാകരമാണ്. മുസൽമാൻ ഈ സമയത്ത് നമ്മൾ ഏത് രീതിയിലാണ് നിലകൊള്ളേണ്ടത്? നമ്മൾ ഇപ്പോഴും ക്ഷമിക്കുന്നു, സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. നമ്മുടേതാകുന്ന ജീവിതത്തിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു. ഏത് ഇതെല്ലാം കൊണ്ട് 5 വഖത്തെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് മുടങ്ങുമ്പോ നമ്മൾ ഇന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ കയറാത്തവനായി മാറി. നമ്മൾ ഇന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്നില്ല. ഇപ്പോഴും ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചുടയ്ക്കപ്പെട്ടതുപോലെ ഇന്ത്യ രാജ്യത്തുള്ളതാകുന്ന പല പള്ളികളും ഇന്നും ഭീഷണിയിലാണ്. പല പള്ളികളും തകർക്കപ്പെടാനുള്ളതാകുന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പള്ളികൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുസൽമാനാകുന്ന സഹോദര സഹോദരിമാർ ഉറക്കം നടിക്കുകയാണ്. ഉറക്കം നടിക്കുകയാണ്. നമ്മളെന്താ ചെയ്യേണ്ടത്? 5 വഖത്ത് പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ പുരുഷന്മാർ പള്ളിയിലേക്ക് പോകണം. സ്ത്രീകൾ ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. കാരണം നമ്മുടെ മേൽ കടമയും കർത്തവ്യവും അത് തന്നെയാണ്. ഇതൊരു നിസ്സാരമായി കാണരുതേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ എടുത്തു മാറ്റപ്പെടാതിരിക്കാൻ പടച്ച റബ്ബിന്റെ മുന്നിൽ പരിപൂർണമായി തലകുനിക്കൽ നിർബന്ധമാണ്. 5 വഖത്ത് നിസ്കാരം ഉറപ്പോടെ നമ്മൾ നിർവഹിക്കണം. അതും ഈ റജബ് മാസത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം റജബ് 27 രാവിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിസ്കാരം നമ്മുടെ കൈകളിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നൽകിയത്. ആണോ അല്ലയോ? ഇസ്രാ മിഅ്റാജ് നടന്ന പരിശുദ്ധമായ റജബ്, ഈ റജബ് 27 രാവിനാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് കൊണ്ടുപോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം എന്ന മഹനീയമായ കർമ്മം പ്രവാചകരുടെ തൃക്കരവേൽപ്പിച്ച് നമ്മളെ ഇങ്ങോട്ട് വിട്ടത്. ആ നിസ്കാരത്തെ വെറുക്കാൻ പാടില്ല. നമ്മൾ നിസ്കാരത്തെ വെറുത്തു. മുസ്ലിമീങ്ങൾ ശൈഥില്യപ്പെടാൻ കാരണം നിസ്കാരത്തിലുള്ളതാകുന്ന അനൈക്യമാണ്. ജമാഅത്തുകളെ നിസ്സാരവൽക്കരിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഇന്ന് ജമാഅത്തുകളെ ശ്രദ്ധിക്കാത്തവരായി മാറി. 5 വഖത്ത് ബാങ്ക് വിളിക്കുമ്പോൾ പുറകോട്ട് പോകാൻ നിസ്കരിക്കാൻ നമ്മൾ തയ്യാറല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? الحمد لله
അതിന് അധികം ഇരിക്കാൻ പറ്റൂലല്ലോ, ആരോഗ്യപരമായി പ്രശ്നമുള്ളവരാണ്. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ, സെഹത്ത് പ്രദാനം ചെയ്യട്ടെ. ഈ സദസ്സിൽ വന്നതും ഇരുന്നതും ഒക്കെ നമ്മളോടൊക്കെ ഉള്ളൊരു മഹബത്ത് കൊണ്ടും ഈ നാടിനോടുള്ള കൂറും താല്പര്യം കൊണ്ടാണ് ഇത്രയും അധികം ഈ സമയത്ത് ഈ സ്ഥലത്ത് ചെലവഴിച്ചത്. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. സമദ് ഉണ്ടെങ്കിൽ ഇത്രയും പേര് വരും. അബ്ദുൽ സമദ്. അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റ് കൂടി ഇരുന്നൂടെ? ഇരിക്കൂലേ? സുലൈമാനിക്കാക്ക് ഒരു ക്ഷീണമല്ലോ. ചായ വേണോ? കട്ടൻ ചായ? 1 മണിക്കൂർ ചോദിക്കാൻ പോയി വിട്ടു. അള്ളാഹു ബർക്കത്ത് ശരിയാട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് കൂടെ എല്ലാവരെയും ശ്രദ്ധിച്ചോളി. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. നമ്മൾ നിലകൊള്ളുന്നത് പരിശുദ്ധമായ റജബ് മാസമാണ്. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഈ റജബ് മാസത്തിൻ്റെതാകുന്ന അവസാന വാരത്തിലാണ്, റജബ് 27 രാവിലാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിരുഹളറത്തിലേക്ക് കൊണ്ടുപോയി നിസ്കാരം എന്ന മഹനീയമായ കർമ്മത്തെ പ്രവാചകന്റെ തൃക്കരം നൽകി ആ സമ്മാനം നൽകിയിട്ട് നമ്മളിലേക്ക് തിരിച്ചു വിട്ടത്. അത് ഈ പരിശുദ്ധമായ മാസമാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ വാർഷികം കഴിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം. പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ വന്ന അപാകതകൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയം. സഹോദരിമാർ ശ്രദ്ധിക്കാൻ, നിസ്കാരത്തിൽ വന്നതാകുന്ന പോരായ്മകളെ ശ്രദ്ധിച്ച് പരിഹരിക്കേണ്ട ഒരു സമയം. കഴിഞ്ഞ ഒരു വർഷം മുതലൊക്കെ ഇതുവരെ ഏതെല്ലാം നമസ്കാരങ്ങൾ ഖളായിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധീകരിച്ച് റമളാനിന് മുമ്പ് ഒരുങ്ങി തയ്യാറാകേണ്ട ഒരു സമയം കൂടിയാണ്. റജബ് എന്ന വാക്ക് തർജീബ് എന്നതിൽ നിന്നാണ് പിടിക്കപ്പെട്ടത്. അതിന്റെ മൂലപദം തർജീബ് എന്നാണ്. തർജീബിന് തഅലീം, ബഹുവചനം, ബഹുമാനം എന്നർത്ഥമുള്ളതുപോലെ തന്നെ മറ്റൊരർത്ഥം കൂടിയുണ്ട്, ഒരുങ്ങി തയ്യാറാവുക എന്നുകൂടി അർത്ഥമുണ്ട്. ഒരുങ്ങി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എങ്ങനെ? നിസ്കാരം കറക്റ്റാക്കുക, കഴിഞ്ഞ റമളാനിൽ വിട്ടുപോയിട്ടുള്ളതാകുന്ന നോമ്പുകളൊക്കെ ഈ റമളാനിന് മുമ്പായിട്ട് പിടിച്ചു വീട്ടുക. ചിലപ്പോൾ അശുദ്ധിയുടെ ഘട്ടത്തിലൊക്കെ ചില നിസ്കാരങ്ങൾ പോയിട്ടുണ്ടാവും, അതൊക്കെ പരിപൂർണമായി ശ്രദ്ധിക്കുക. നിസ്കാരങ്ങൾ പോയിട്ടുണ്ടാകും, നിസ്കാരമല്ല നോമ്പ് പോയിട്ടുണ്ടാവും. അശുദ്ധിയുടെ ഘട്ടത്തിൽ നമ്മൾ പിടിക്കാൻ പറ്റാതായിട്ടുള്ള നോമ്പുകൾ ഉണ്ടാവും. റമളാനിലെ നിർബന്ധമായ നോമ്പ്, അതൊക്കെ നിർബന്ധമായും എത്രയും പെട്ടെന്ന് പിടിച്ചു വിട്ടുക. 6 നോമ്പ് 7 നോമ്പൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായതിന് ശേഷമുള്ളതാകുന്ന നോമ്പുകൾ തന്നെ പലപ്പോഴും പല സഹോദരിമാർക്ക് വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെയുണ്ട്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി. എന്നാൽ ഇപ്പോൾ ഒന്ന് ഉദാഹരണത്തിന്, ഇന്ന് ളുഹറിന് ശേഷം കുളിച്ചു, ഉദാഹരണം പറയാൻ, ഒരു സഹോദരി കുളിച്ച് റെഡിയായി, അശുദ്ധിയുടെ ഘട്ടാൻ, സാധാരണ ഇതിലുള്ള കുളിച്ചു. കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല, അസറിന് മുമ്പായിട്ട് എന്തായി? അശുദ്ധി മാറി ശുദ്ധിയായിട്ടുണ്ട്. ഇനി ഒരു കുളി കൂടെ കുളിക്കാൻ പറ്റൂലേ? ഇപ്പൊ ശബറിനടി അരമണിക്കൂർ നിന്നിട്ട് വന്നയാണ്, ഇനിയിപ്പോ നാളെ നോക്കാം. പറ്റൂല. ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യണം? നിസ്കരിക്കൽ നിർബന്ധമാണ്. തൊട്ടു മുമ്പുള്ള നിസ്കാരം കൂടി മടക്കണമെന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. അഥവാ ളുഹറു കൂടി മടക്കൽ നിർബന്ധമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അസറിന് മുമ്പ് ശുദ്ധിയായതാണ്. അസർ നിസ്കരിക്കാനുള്ള ഒരു സമയം കൂടി അവക്കുണ്ട് എങ്കിൽ എന്തുകൂടി നിസ്കരിക്കണം? ളുഹറു കൂടി ഖളാ വീട്ടി നിസ്കരിക്കണം. അതാണ് പ്രബലമായ അഭിപ്രായം. നമ്മളിൽ എത്ര സഹോദരിമാരത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഓരോ ഉമ്മമാരും ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളെന്താ നിസ്കരിക്കുക? ഇനിയിപ്പോ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഏതായി അസർ ബാങ്ക് കുളിച്ചു, എന്നാൽ പിന്നെ അസർ നിസ്കരിക്കുക. അങ്ങനെയല്ല, ശുദ്ധിയായ ഘട്ടത്തിലുള്ളതാകുന്ന ആ വഖ്തൂടി പരിഗണിക്കണമെന്നാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചെറുക്കുമാറാവട്ടെ. വളരെയേറെ ശ്രദ്ധിക്കണം. സഹോദരിമാരിതൊന്നും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് പറയുന്ന സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാം റിസ്ഖ് നൽകാം, നിങ്ങൾ 5 വഖത്ത് നിസ്കാരം ഉറപ്പുപോലെ നിർവഹിച്ചാൽ മതി. അള്ളാഹു പറയാണ്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ കേവലം കുഴിമന്തി മാത്രമല്ല. പിന്നെന്താ? തഴവായിലാണ് ഏറ്റവും കൂടുതൽ ഹോട്ടലുള്ളത്, അല്ലേ? നമ്മളിങ്ങനെ തെക്ക് വടക്ക് ഇവിടുന്ന് പടിഞ്ഞാറെ ഒന്ന് കിഴക്ക് വരെ ഒന്ന് എണ്ണിയാൽ 10-30 ഹോട്ടലുണ്ട്, അല്ലേ? ശരിയല്ലേ? ആണ്. ചെറിയ കടകളായിട്ട് ഇഷ്ടം പോലെ 10-25 കടകൾ എന്തായാലും ഉണ്ടാവും. അത് ഇന്നല്ല, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അള്ളാഹു ബറക്കത്ത് ശരിക്കുമാറാവട്ടെ. പണ്ട് ഞാനിവിടെ 8, 9, 10 3 വർഷമാണ് ഇവിടെ ഓതി പഠിച്ചത്. ഉപ്പാടടുത്ത് ബഹുമാന്യനായ എൻ്റെ സാരി ഉസ്താദിൻ്റെ അടുത്ത്. അള്ളാഹു ഒരു കാഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. നമ്മുടെ തഴവ കുറ്റിപ്പുറം പള്ളിയിൽ. അപ്പൊ അന്നിങ്ങനെ സൈക്കിള് ഇങ്ങനെ ചീറിപ്പായുന്ന ഒരാടാണ്. അതുകൊണ്ട് എല്ലാവരും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖം അറിയാം. അള്ളാഹുവർക്കൊക്കെ ബറക്കത്ത് ശരിക്കുമാറാവട്ടെ.
ഭക്ഷണം കഴിക്കാൻ പോകുന്ന വഴിയും ഇതൊക്കെ ഇതിന് തന്നെയല്ലേ മൊത്തം. ഈ ഭാഗത്തുകൂടിയാണ് സ്ഥിരമായി യാത്ര ചെയ്യുന്നത്. നമ്മുടെ കസൂറുമൊക്കും ഈ വഴി കൂടെ ഒക്കെ പോകാത്ത ഏത് സൈക്കിളാണ് ഉള്ളത്? അള്ളാഹു ബറക്കത്ത് ശരിയുമാറാവും. അതുകൊണ്ട് തന്നെ ഈ വഴിയെല്ലാം അറിയാം. 3 വർഷം ഇവിടെ തന്നെയായിരുന്നു. 8, 9, 10. 10ാം ക്ലാസ്സൊക്കെ ആണല്ലോ മെയിൻ. അതെല്ലാം താഴ്വാ സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് നാട്ടുകാരെ അറിയാം. എൻ്റെ ടീനേജറിലുള്ളതാകുന്ന ആളുകളാണ് ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും. എല്ലാവരും കൂട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെയാണ്. അള്ളാഹു ബന്ധം നിലനിർത്തുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ പരിസരങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളും അറിയാം. നമ്മളിങ്ങനെ ഓരോ ഹോട്ടലിൽ പോകുമല്ലോ. ഏത് ഹോട്ടലിൽ നിന്നും കഴിക്കുക ഒക്കെ ഫ്രീ ആണ്. അങ്ങനത്തെ അഹിലുകാരാണ്. അന്നും എന്നും അങ്ങനെ തന്നെയാണ്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ആ ബന്ധങ്ങൾ അള്ളാഹു നിലനിർത്തട്ടെ. അപ്പൊ ഒരുപാട് ഹോട്ടലുകളാണ്, ഇഷ്ടം പോലെ, ധാരാളം ഹോട്ടലുകൾ. അള്ളാഹുർക്കൊക്കെ ബറക്കത്ത് ചുരിയട്ടെ. എല്ലാ കച്ചവടക്കാർക്കും അള്ളാഹു ബറക്കത്ത് ചുരിയുമാറാവട്ടെ. ഒരു കാര്യം അറിയാം, റിസ്ക് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല. വീട്, വാഹനം, ഭക്ഷണം എല്ലാം ഒരു മനുഷ്യൻ എന്തൊക്കെ വേണോ അവന്റെ ജീവിതത്തിൽ അനിവാര്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് റിസ്ക് എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നു, റിസ്ക് നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിസ്കാരം നിങ്ങൾ മുറമൂലം നിർവഹിക്കും. നമുക്ക് നിങ്ങളുടെ ഒരു ആയത്ത് ഓതിത്തരാം. ശരിക്കും ശ്രദ്ധിക്കണേ. സൂറത്തു ത്വാഹ. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ഒന്ന് കയ്യുയർത്തിക്ക് എല്ലാവരും. വലത്തേക്ക് നോക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. ക്ഷീണമുണ്ടോ? ഇല്ല. ഹാജിയാർ കൊണ്ടതൊന്നും എഴുന്നേക്കുന്നില്ല. നമ്മുടെ അലുവ അല്ലേ അത്? അതെ, പറഞ്ഞ പണ്ട് മുമ്പറ വരെ പോയി രാത്രി പോയി അലുവ ഇന്നലെ പരിപാടി. അള്ളാഹു ബർക്കത്ത് ചെയ്യാം. ശ്രദ്ധിക്കുക. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. മൂപ്പർക്ക് മുമ്പ് അലുവയുടെ പരിപാടി ഇപ്പൊ ഉണ്ടെന്ന് അറിയില്ല. ഇല്ല. അള്ളാഹു ബർക്കത്ത് ശരിയട്ടെ. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരൊക്കെയാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കും. بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. ഈ ദുനിയാവിൽ അല്ലാഹു നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ, ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് അതിലേക്ക് പായിക്കണ്ട. ദുനിയാവിൽ അല്ലാഹു അമ്പരചുംബികളായ മണിമേടകൾ ചിലർക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ആളുകൾ അങ്ങനെ ധനികരായ ആളുകളുണ്ട്. നല്ല വീട്, സമ്പാദ്യം, വാഹനം ഒക്കെ അള്ളാഹു കൊടുത്തു, വാരിക്കൊരു കൊടുത്തു. അവനേക്കാൾ കിട്ടൽ ഒരു പക്ഷേ നമുക്കായിരിക്കാം ഏറ്റവും ബന്ധപ്പെട്ടത്. പക്ഷെ എന്തോ പടച്ചറമ്പ് അവന് കൊടുത്തു. അങ്ങനെ ഉണ്ടല്ലോ. ചിലപ്പോൾ വലിയ വിവരമൊന്നും ഉണ്ടാവൂല, പക്ഷെ ആള് ഭയങ്കര സമ്പന്നനായി. അള്ളാഹു കൊടുക്കുന്നതാണ് അങ്ങനെ. ചില ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് നിന്റെ കണ്ണ് അവരിലേക്ക് നീട്ടണ്ട. അതിന്റെ അർത്ഥം എന്താ? നീ ദുനിയാവിന്റെ പുറകെ പോകണ്ട. ഖുർആൻ പറയാൻ എന്തിനാണ് അള്ളാഹു അത് അവർക്ക് കൊടുത്തത്? ലിനഫ്തിനഹും ഫീ. അവർക്ക് അള്ളാഹു അത് നൽകിയത് പരീക്ഷണമാണ്. സമ്പത്ത് അവർക്ക് അധികരിക്കുന്നത് ആഖിറത്തിൽ വലിയ പരീക്ഷണമാണ്. അവർക്ക് ആഖിറത്തിൽ അതുകൊണ്ട് തീരാ പണക്കാരായ ആളുകൾക്ക് അദാബ് കൂടും. മനസ്സിലാക്കണം. നമ്മൾ പണം കിട്ടണേ എന്ന് ഒരിക്കലും ദ്വാരക്കരുത്. എന്താ കാരണം? ദാ ഒരു ഹദീസ് ഇടയിലൊന്ന് ഓതുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ ഖബല അൽ അഗ്നിയാഇ ബിനിസ്ഫി നബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പാവപ്പെട്ടതാകുന്ന ജനകോടികൾ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് 1/2 ദിവസം മുമ്പ് തന്നെ വിചാരണ കഴിഞ്ഞ് പാവപ്പെട്ടതാകുന്ന മുഅ്മിനീങ്ങൾ, പാവപ്പെട്ടതാകുന്ന ജനകോടികൾ അവർ സ്വർഗത്തിലേക്ക് കടക്കുമത്രേ. പണക്കാരായ ആളുകളെ വിചാരണ ഇടുന്നതിന് മുമ്പ് 1/2 ദിവസം മുമ്പ് തന്നെ പാവപ്പെട്ടവന്റെ വിചാരണ കഴിഞ്ഞ് പാവപ്പെട്ടവർ മുഴുവനും സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
പണക്കാരായ ആളുകൾക്കല്ല ആദ്യം ഹിസാബ്. ആദ്യം മഹ്ശറിൽ ഹിസാബ് ആരുടെയാണ്? പാവപ്പെട്ടവന്റെ. അതുപോലെ പണക്കാരെന്ത് ചെയ്യണം? ഒന്നുമില്ല, വെയിലുകൊണ്ട് അങ്ങനെ നിൽക്കലേ, വേറെ പണിയൊന്നുമില്ല. കത്തിച്ചൊരിക്കുന്ന സൂര്യൻ തലയ്ക്ക് മീതെങ്ങനെ നിൽക്കാൻ, കത്തിയാളുന്ന നരകം 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ നിർത്തിയിരിക്കുന്നു. അവിടെ ഇരുന്ന് ഉരുകി ഉരുകി തീരുക. പാവപ്പെട്ടവരെ വിളിക്കും, ബാബാ വരെ വരെ അങ്ങോട്ട് മാറിക്ക്, നീ മാറിക്ക്. പാവപ്പെട്ടവരെ മാത്രമാണ് വിളിക്കുക. ഹദീസാണ്, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീന ഖബലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം. പാവപ്പെട്ടതാകുന്ന ജനകോടികൾ പണക്കാരാകുന്ന ആളുകൾക്ക് അര ദിവസം മുമ്പ് സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലെങ്കിൽ അദാബാണ്. അര ദിവസമല്ലേ ഉസ്താദെ, ദിവസമൊക്കെ പെട്ടെന്ന് പോകും. ഞങ്ങളിവിടെ മൊബൈലിനകത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ നോക്കി സമയം കളയുന്നത് തന്നെ. ഒരു ദിവസത്തെ നോമ്പൊക്കെ എത്ര ദിവസം ഒരു വിഷയമില്ല. അര ദിവസം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അര ദിവസം അല്ല, മഹ്ശറിൽ. سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة. ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ദുനിയാവിലെ 50,000 വർഷമാണ്. في يوم كان مقداره 50,000 سنة. തലവായിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ചിന്തിക്കണേ, ചിന്തിക്കണേ. ദുനിയായിലെ 50,000 കൊല്ലമാണ്. നാളെ മഹ്ശറിലെ ഒരു ദിവസം എന്ന് പറയുമ്പോ അവിടുത്തെ അര ദിവസം എന്ന് പറയുന്നത് 25,000 വർഷമാ. ദുനിയാവിലെ 25,000 കൊല്ലമാ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എത്ര നാളാ ഇവിടെ ജീവിച്ചത്? 25, 30, 40, 50, 60, 70, മാക്സിമം 100 വർഷം ജീവിച്ചതിന്റെ ഹിസാബിടാൻ പണക്കാരനായ വ്യക്തി പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടക്കുന്നവരെ കാത്തു നിൽക്കണം. അര ദിവസം സമയമെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അഥവാ 25,000 വർഷം ദുനിയാവിൽ എടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.